ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ കടന്നു പോകുന്ന 3 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നമുക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു, ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം ആ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അങ്ങോട്ട് സ്നേഹം നൽകാനായിരിക്കും കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഇങ്ങോട്ട് നന്നായിട്ട് സ്നേഹിക്കും. ഈ 2 കൂട്ടരും അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും തിരിച്ചെന്താണ് ലഭിക്കുന്നത് എന്നുള്ളതിൽ അത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങോട്ട് സ്നേഹിക്കുന്ന തിരക്കിലായിരിക്കും. പിന്നീട് ആ ഒരു സിറ്റുവേഷനിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവില്ല, പ്രോബ്ലംസ് ഉണ്ടാവില്ല, ഫൈറ്റ്സ് ഉണ്ടാവില്ല. അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു തീരുമാനത്തിലെത്തും, നമുക്ക് കമ്മിറ്റഡ് ആവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമെത്തും. അങ്ങനെ തീരുമാനമെത്തി കമ്മിറ്റഡ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അടുത്തറിയുക, കൂടുതൽ സമയം സംസാരിക്കും, കൂടുതൽ ടൈം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യും, ഇടപഴകും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അഥവാ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ്, അഥവാ കമ്മിറ്റഡ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. ആ ഒരു സ്റ്റേജിലാണ് കൂടുതലായിട്ടും ഫൈറ്റ്സ് ഉണ്ടാവുക, പ്രോബ്ലംസ് ഉണ്ടാവുക. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വ്യക്തിയല്ലല്ലോ ഓപ്പോസിറ്റ് ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെ ആയിരിക്കും. കാരണം ഓരോ വ്യക്തികളും ജനിച്ചു വളർന്നു വരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും കൾച്ചറും ഒക്കെയാണ് ഉള്ളത്. വ്യത്യസ്ത പാരൻസിൻ്റെ അഥവാ 2 പേരും വേറെ വേറെ ആളുകളുടെ മക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേഞ്ചസ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ അവിടെ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, അത് തീരെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ബ്രേക്കപ്പ് ആയിട്ട് ആ സ്റ്റേജിൽ വെച്ച് തന്നെ 2 കൂട്ടരും പിരിയും. ഇനി അതല്ല, ആ ഒരു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഇംപെർഫെക്ഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയാണ്. അപ്പോഴും നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ, പ്രണയമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ 2 പേർക്കും ഉണ്ടെങ്കിൽ സംസാരിച്ച് ഒരു മാരേജ് എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജിലോട്ട് പോകാവുന്നതാണ്. ആ 3ാമത്തെ സ്റ്റേജിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി 2 കൂട്ടരുടെയും ഇംപെർഫെക്ഷൻസ് മനസ്സിലാക്കിക്കൊണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് മാരേജ് എന്ന് പറയുന്നതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ 3 സ്റ്റേജിലൂടെ പോയ ഒരു മാനസികാവസ്ഥ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും. കാരണം നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഒരാളോ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരാളോ ആയിരിക്കത്തില്ല കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ. അപ്പം ആ വ്യക്തിയെ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷവും നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ഫ്യൂച്ചറിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള ഡിസിഷനിലോട്ട് എത്തുക എന്നുള്ള ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 സ്റ്റേജസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടോക്ക് ചെയ്തത്. സോ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിങ്ങളിപ്പോൾ ഈ 3 സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.